ഗുജറാത്തിലെ ബറോഡയിൽ നിന്നും സൂറത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. സൂറത്ത് വലിയൊരു വ്യവസായ നഗരമാണ്. ടെക്സ്റ്റൈൽ മില്ലുകളുടെയും വസ്ത്രത്തിന്റെയും നഗരം. ലോകത്തിന്റെ ഡയമണ്ട് സിറ്റി എന്ന് വിശേഷിപ്പിക്കാം സൂറത്തിനെ. മുന്നിൽ വലിയൊരു പാലം കാണാം. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമാണത്. 1350 കിലോമീറ്റർ വരുന്ന എക്സ്പ്രസ് വേ 2024 ജൂണിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാവും. അതോടെ ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം 24 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി ചുരുങ്ങുകയും ചെയ്യും. ഒരു ഭാഗത്ത് എക്സ്പ്രസ് വേയുടെ സമ്പന്നതയുള്ളപ്പോഴും മറുഭാഗത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ ദാരിദ്ര്യവും കാണുന്നുണ്ട്. പാദ്ര എന്ന പട്ടണമാണിത്. വഡോദരയിൽ നിന്നും 16 കിലോമീറ്ററാണ് പാദ്രയിലേക്കുള്ള ദൂരം. വഡോദര ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പാദ്ര. ഗുജറാത്തിന്റെ ഉൾനാടൻ പട്ടണങ്ങൾക്കെല്ലാം ഏതാണ്ട് ഇതേ രൂപഭാവങ്ങളാണ്. ചാണകമിട്ടുകൊണ്ട് റോഡിൽ നിൽക്കുന്ന പശുക്കൾ, വലിയ വൃത്തിയില്ലാത്ത വഴിയോരങ്ങൾ, ഒരമ്പലമുണ്ടാകും. അതാണ് കേന്ദ്രസ്ഥാനം. പുറം ലോകത്തെ സംഭവങ്ങളെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ. 1.5 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന പട്ടണമാണ് പാദ്ര. വഡോദരയുടെ സമീപ പട്ടണമാണെന്നതിനാൽ ധാരാളം വ്യവസായശാലകളുള്ള ഒരിടമാണിത്. ക്ഷേത്രങ്ങളുടെ പരിസരം പട്ടുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. മരങ്ങളിൽ ചുവപ്പും കാവിയും നിറമുള്ള തുണികൾ. പാദ്ര പോലുള്ള ഒരു പട്ടണം കഴിഞ്ഞാൽ പിന്നെ വഴിയരികിൽ വരെ എത്തി നിൽക്കുന്ന ചെറിയ ഗ്രാമങ്ങൾ കാണാം. വളരെ ദയനീയമാണ് ഗ്രാമങ്ങളുടെ സ്ഥിതി. തകരവും പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ കുടിലുകൾ. ഗുജറാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പ്രത്യേകത ജീവിതത്തിന്റെ 2 എക്സ്ട്രീമുകളാണ്. നഗരങ്ങൾ ഏറ്റവും ആധുനികമായിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം മികച്ചതു തന്നെ. തലയ്ക്ക് മുകളിലൂടെ ഈ കടന്നു പോകുന്ന എക്സ്പ്രസ് വേ പോലുള്ള സംവിധാനങ്ങൾ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തന്നെയാണത്. ഞങ്ങൾ വളഞ്ഞു പുളഞ്ഞുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത് എന്നതിനാൽ പലതവണ അതിനെ ക്രോസ് ചെയ്യേണ്ടി വരുന്നതാണ്. ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ മറ്റൊരു നിർമ്മാണമാണ്. ബുള്ളറ്റ് ട്രെയിനിനുള്ള പാളം പണിയാണിത്. ഇന്ത്യയിൽ ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. അതിന്റെ പണി ഇത്രയൊക്കെ പുരോഗമിച്ചുവെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ തൂണുകൾക്ക് മുകളിൽ പാളങ്ങൾ കൂടി സ്ഥാപിച്ചാൽ അതിലൂടെ ബുള്ളറ്റ് ട്രെയിൻ പായും. ഇന്ത്യയിൽ ആദ്യമായി 350 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടാൻ പോകുന്നത് ഇതിലെയാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. മുംബൈയിൽ നിന്ന് താനെ, വാപ്പി, സൂറത്ത്, വഡോദര എന്നീ നഗരങ്ങൾ പിന്നിട്ടാണ് ട്രെയിൻ അഹമ്മദാബാദിലെത്തുക. 508 കിലോമീറ്റർ നീളമുള്ള റൂട്ടാണിത്. ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിൻ പാത ഡൽഹി വരെ നീട്ടാനാണ് ഉദ്ദേശം. ബുള്ളറ്റ് ട്രെയിൻ പാളത്തിന്റെ പണി നടക്കുന്നിടത്തു നിന്നും യാത്ര തുടരുമ്പോൾ വേറൊരു റെയിൽവേ പാളം കാണാം. ചരക്ക് നീക്കത്തിനു വേണ്ടി മാത്രമുള്ള ഒരു റെയിൽ കോറിഡോറിന്റെ പണി നടക്കുന്നതാണത്. മുംബൈക്കും അഹമ്മദാബാദിനും ഡൽഹിക്കുമിടയിൽ വലിയ തോതിൽ ചരക്കു നീക്കം നടക്കുന്നുണ്ടല്ലോ. അതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അങ്ങനെ പോകവേ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ കാറൊന്ന് നിർത്താൻ ഞാൻ ഡ്രൈവർ ജിത്തുവിനോട് പറഞ്ഞു. അനാസ്തു എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് അനാസ്തു. ബുള്ളറ്റ് ട്രെയിനും എക്സ്പ്രസ് വേയും ഗംഭീരമായ സംവിധാനങ്ങളും നഗരങ്ങളുമുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഗ്രാമങ്ങൾ ഇങ്ങനെയാണ്. ഈ വൈരുദ്ധ്യമാണ് ഇന്ത്യ. അത് ഏറ്റവും പ്രകടമാകുന്ന സംസ്ഥാനം ഗുജറാത്ത് തന്നെ. ഒരു ഭാഗത്ത് നഗരങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ വളർച്ച നേടുന്നു. എന്നാൽ ഗ്രാമങ്ങളിൽ ആളുകൾ ഇപ്പോഴും ട്രാക്ടറിന്റെ ട്രെയിലറിലിരുന്ന് യാത്ര ചെയ്യുന്നു. ഒരു കൂട്ടർ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു കൂട്ടർ ട്രാക്ടറിന്റെ ട്രെയിലർ പെട്ടിക്കുള്ളിലിരുന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്ന് സാരം. മണ്ണു കുഴച്ചുണ്ടാക്കിയ ഭിത്തിയുള്ള കുടിൽ. അതിനു മുന്നിലിരുന്ന് വെയിൽ കായുകയാണ് ഒരു മുത്തശ്ശി. തണുപ്പുകാലമാണല്ലോ. ഞാൻ അമ്മൂമ്മയുടെ പേര് ചോദിച്ചു. ഇതാണ് മറുപടി. 2 തവണ ചോദിച്ചെങ്കിലും അമ്മൂമ്മ പറഞ്ഞ പേര് എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യൻ വാർദ്ധക്യം ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചെറിയ പെൻഷനുകൾ കിട്ടുന്നുണ്ടെങ്കിലും മക്കളുടെ കൂടെയാണ് താമസമെങ്കിലും ദാരിദ്ര്യം ഇവരെയൊന്നും വിട്ടൊഴിയുന്നില്ല. മൺവഴിയുടെ ഇരുവശത്തുമായി കുറെ വീടുകളുണ്ടിവിടെ. ഈ വീടിന്റെ തിണ്ണയിലും ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. പുതപ്പുകൊണ്ട് മൂടിപ്പുതച്ച് ഒരാൾ. വീടിന്റെയൊക്കെ അവസ്ഥ ഇതാണ്. മണ്ണുമെഴുകിയ നിലം. മരക്കമ്പുകൾ താങ്ങി നിൽക്കുന്ന മേൽക്കൂര മേഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ടാണ്. ഗ്രാമത്തിലെ എല്ലാ വീടുകളുടെയും സ്ഥിതി ഇതുതന്നെ.
ലോകശക്തിയായി വളരുന്ന ഇന്ത്യക്ക് ഇങ്ങനെയൊരു മുഖം കൂടി ഉണ്ടെന്നതാണ് ഇന്നാടിനെ വ്യത്യസ്തമാക്കുന്നത്. നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ഇവർക്ക് എന്നാണ് സാധിക്കുക എന്ന സംശയം തോന്നും. രാവിലെ സ്ത്രീകൾ വീടിനു മുൻപിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. കാര്യമായ ജോലിയൊന്നും ഉള്ളവരല്ല. കുട്ടികൾക്ക് ഈ ദിവസങ്ങളിൽ സ്കൂൾ ഇല്ലാത്തതിനാൽ അവരുമുണ്ട് ഇവിടെ. അനിയത്തിയുടെ മുടി ചീകിക്കെട്ടുകയാണ് ചേച്ചി. ക്യാമറ കാണുമ്പോൾ ഇവരൊക്കെ ഒരു നിസ്സംഗ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നേരം 8 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. ഗ്രാമത്തിൽ വേറൊരു ഭാഗത്ത് വീടിനോടനുബന്ധിച്ച് മേൽക്കൂരയില്ലാത്ത ഒരു തൊഴുത്ത്. കുറച്ച് ആടുകളുണ്ട്. വിറക് കൂട്ടിയിട്ടിരിക്കുന്നു. ചെറിയൊരു കടയിൽ നിന്നിറങ്ങി ഏതാനും പേർ എതിരെ വന്നു. ക്യാമറയോട് എതിർപ്പൊന്നുമില്ല. വസ്ത്രധാരണം കണ്ടിട്ട് ഗ്രാമത്തിലെ ഭേദപ്പെട്ട ഒരു വീട്ടിലുള്ളവരാണെന്ന് തോന്നി. ഞാൻ ആടുകളുള്ള വീട്ടിലേക്ക് കയറി ചെന്നു. 8-10 ആടുകളുണ്ട്. വീട്ടമ്മ തണുപ്പിനെ അകറ്റാൻ സ്വെറ്ററൊക്കെ ഇട്ട് ആട്ടിൻ കാഷ്ടം അടിച്ചു കൂട്ടുകയാണ്. അത് കൃഷിക്കുള്ള വളമായി ഉപയോഗിക്കുമായിരിക്കും. പശു, ആട്, എരുമ എന്നിവയുടെ വളർത്തലിലൂടെ ഗുജറാത്ത് പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിലാണ്. ഇത്തരത്തിലുള്ള ഗ്രാമീണ വീടുകളിൽ സ്ത്രീകൾ വളർത്തുന്ന എരുമയുടെയും പശുവിന്റെയും പാലാണ് അമൂൽ എന്ന വമ്പൻ പ്രസ്ഥാനത്തെ തന്നെ സൃഷ്ടിച്ചത്. 1-2 കന്നുകാലികളെ വളർത്തുന്ന ദരിദ്ര സ്ത്രീകളുടെ സഹകരണ സംഘമായിട്ടായിരുന്നല്ലോ അമൂലിന്റെ തുടക്കം. അമൂലിന്റെ നാടാണ് ഗുജറാത്ത്. പശു, എരുമ വളർത്തലിൽ ഇന്ത്യയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണിത്. പരിസരം വൃത്തിയില്ലാത്തതെങ്കിലും അടിച്ചുവാരൽ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ കാഴ്ചകളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചു. കർഷകരുടെ ഗ്രാമമാണിത്. പഴയ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം. ഹൈവേയുടെ ഓരത്താണെങ്കിലും അതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളെ കണ്ടിരിക്കാനേ ഇവർക്ക് യോഗമുള്ളൂ. ഈ ഗ്രാമത്തിലുള്ള ഏറ്റവും ആഡംബര വാഹനങ്ങൾ ബൈക്കും ട്രാക്ടറുമാണ്. കാറുള്ള വീടൊന്നും ഇവിടെ കണ്ടില്ല. മിക്ക വീടിന്റെയും തിണ്ണയിൽ കുറെ ആടുകളുണ്ട്. ഗ്രാമത്തിലെ സ്ത്രീകളുടെ വരുമാന മാർഗമാവാം. കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്ന ട്രാക്ടറും അനുബന്ധ ഉപകരണങ്ങളുമൊക്കെ പൊതു ഇടങ്ങളിലുണ്ട്. ഗ്രാമത്തിന്റെ പൊതുവായ വസ്തുക്കൾ പോലെയാണത്. വീടുകളുടെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. സിമന്റ് ഇട്ടതോ ടൈൽ വിരിച്ചതോ ആയ വീടുകൾ ഒന്നുപോലും കാണുന്നില്ല. ചിലത് ചുടുകെട്ട് കെട്ടി ആസ്ബറ്റോ ഷീറ്റ് കൊണ്ട് മേഞ്ഞവയാണ്. മുറ്റത്തിട്ട കയറ്റുകെട്ടിലും തിണ്ണകളിലും ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ എന്നോണം ഇരിക്കുന്ന പുരുഷന്മാർ. ചില തിണ്ണകളിൽ കുറെ പേരുണ്ട്. ഈ വീട്ടിലെയും അയൽ വീടുകളിലെയും എല്ലാം സ്ത്രീകളും പുരുഷന്മാരുമാവാം ഇവിടെ വന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഇവർക്കൊന്നും ഒരു ജോലിയുമില്ലേ എന്ന് തോന്നിപ്പോകും. തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാവുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ കാണാനാവുന്നു. ഒരു വീടിന്റെ തിണ്ണയിൽ കുറച്ചു കായകൾ ഉണങ്ങാനിട്ടിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് പൊട്ടിച്ചു കാണിച്ചു തന്നു. കോട്ടനാണിത്, പരുത്തി. അടുത്ത വീടിന്റെ മുന്നിലുമുണ്ട് ഏതാനും പുരുഷന്മാരും 1-2 സ്ത്രീകളും. വിനീത വിധേയരായ 2 ആണുങ്ങൾ രാവിലെ തന്നെ ഇരുന്ന് കറിക്കൊരുക്കുകയാണ്. അതിൽ ഒരാളുടെ ഭാര്യ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. മുഖഭാവം കണ്ടാൽ ഇവർക്കെന്തോ ശിക്ഷ കൊടുത്തിരിക്കുകയാണെന്ന് തോന്നും. ബീൻസ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർക്കാതെ അവിടെ നിന്ന് എണീക്കരുതെന്ന് ഭാര്യ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് തോന്നും. അവരുടെ കാര്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. കുറച്ചുപേർ ഐക്യദാർഢ്യവുമായി ചുറ്റിലുമുണ്ട്. ഗ്രാമത്തിലെ പ്രഭാത കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. തുണി അലക്കാൻ പോകുന്ന പെൺകുട്ടി, വെയിൽ കാഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാർ. ഞാൻ നടത്തം തുടർന്നു. തകരമടിച്ചുണ്ടാക്കിയ ഒരു വീടിന്റെ ചെറിയ മുറ്റത്ത് കിണർ കുഴിക്കുന്ന ജോലിയിലാണ് 1-2 പേർ. രാവിലെ തന്നെ പണി തുടങ്ങിയിരിക്കുന്നു. മുക്കാലിയിൽ കെട്ടിയുറപ്പിച്ച കപ്പിയിലൂടെ ഒരു തൊട്ടിയിലാണ് മണ്ണ് വലിച്ചു കയറ്റുന്നത്. ഒരാൾക്ക് കഷ്ടിച്ചിരിക്കാനുള്ള വിസ്താരമേ ഉള്ളൂ കിണറിന്. കുറെ ആഴത്തിലേക്ക് പോയാൽ ഇതിനകത്ത് ഇറങ്ങിയിരുന്ന് എങ്ങനെ കുഴിക്കുമെന്ന് സംശയം തോന്നും. താഴെയുള്ളയാൾ പിക്കാക്സ് കൊണ്ട് കുഴിക്കുന്നു. മണ്ണ് കൈകൊണ്ട് വാരി തൊട്ടിയിൽ നിറയ്ക്കുന്നു. മുകളിലുള്ളയാൾ അത് വലിച്ചു കയറ്റുന്നു. 2 പേരുണ്ടെങ്കിൽ ഇവിടെ കിണർ കുഴിക്കാം. ഇങ്ങനെയിരുന്ന് കുഴിക്കുമ്പോൾ ശ്വാസം മുട്ടില്ലേ എന്ന് തോന്നിപ്പോകും. വെള്ളം കാണാറായെന്ന് തോന്നുന്നു. നനവുള്ള മണ്ണാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ ബക്കറ്റായി മണ്ണ് കോരിക്കൊണ്ടിരിക്കുന്നു.
ഒന്നോ രണ്ടോ ദിവസമേ ആയിട്ടുള്ളൂ പണി തുടങ്ങിയിട്ട്. അച്ഛനും മകനുമോ സുഹൃത്തുക്കളോ ആയിരിക്കാം കിണറു പണിക്കാർ. അവർ തങ്ങളുടെ ജോലി തുടരുന്നു. അവിടെ നിന്നും നടന്നു. മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ കുറച്ച് സ്ത്രീകൾ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല. പെണ്ണുങ്ങൾ മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനുമുണ്ട്. അടുത്തു ചെന്നപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇവിടെ വലിയൊരു ചട്ടിയിൽ കനലെരിയുന്നുണ്ട്. അതിന്റെ ചൂടുപറ്റി ചുറ്റും നിൽക്കുകയാണിവർ. നല്ല തണുപ്പുകാലമാണല്ലോ. തീ കാഞ്ഞു നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിൽ തണുപ്പുകാലത്ത് പുലർക്കാലത്തെ ഈ തീകായൽ ഒരു ചടങ്ങു തന്നെയാണ്. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇവരോടൊപ്പം കനലടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ നല്ല സുഖം. ഗുജറാത്താണ് ലോകത്തെ ഏറ്റവും മഹത്തായ സ്ഥലമെന്ന് ഈ ദരിദ്ര ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഹമാര ഗുജറാത്ത് ബഹുത് അച്ഛാ ഹേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും അതിനെ അനുകൂലിച്ചു. മുഖഭാവത്തിൽ നിന്ന് ഈ ജീവിതത്തിൽ ഇവരൊക്കെ സംതൃപ്തരാണെന്ന് വായിച്ചെടുക്കാം. ചമ്പാബൻ എന്നാണ് ഇവരുടെ പേര്. ഇവിടുത്തെ ഗ്രാമീണരൊക്കെ പൊതുവെ ഫ്രണ്ട്ലിയാണ്. ക്യാമറ കാണുമ്പോൾ വിമുഖതയോ ശകാരമോ ഒന്നുമില്ല. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഗ്രാമീണ പാതകൾ ഇങ്ങനെ വൃത്തികേടായി കിടക്കുകയാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന ചെളി നിറഞ്ഞ വഴികൾ. തൊഴുത്തിൽ നിന്നോ ടോയ്ലറ്റിൽ നിന്നോ മലിനജലം വഴിയിലേക്ക് ഒഴുകുകയാണ്. വന്ന വഴിയിലൂടെ തന്നെ തിരികെ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. പഴയ ഒരു ഗ്രാമമാണ് അനാസ്തു. ഏതാണ്ട് 9 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കാർഷിക ഗ്രാമം. ഗവൺമെന്റ് കണക്കുകൾ പ്രകാരം 2800 പേർ വസിക്കുന്ന ഗ്രാമമാണിത്. ചില വീടുകളുടെ തിണ്ണയും ചുമരുകളുമൊക്കെ സാമാന്യം വൃത്തിയായി പണിതു വച്ചിട്ടുണ്ട്. തുരുമ്പെടുത്തു തുടങ്ങിയ കാർഷിക യന്ത്രങ്ങൾ അങ്ങിങ്ങും കിടക്കുന്നു. നല്ല കണക്ടിവിറ്റി ഉണ്ട് ഗ്രാമത്തിന്. ഞാൻ ഈ നിന്ന നേരം കൊണ്ട് മുന്നിലുള്ള റോഡിലൂടെ പല ബസ്സുകൾ കടന്നു പോകുന്നത് കണ്ടിരുന്നു. വഡോദരയ്ക്കും സൂറത്തിനുമൊക്കെ പോകാവുന്ന ബസ്സുകൾ. വീടുകളിലൊക്കെ ദാരിദ്ര്യമാണ്. രാത്രി കിടക്കുന്ന കട്ടിൽ തിണ്ണയിൽ തന്നെ ചാരി വച്ചിരിക്കുന്നു. രാത്രിയിൽ അത് നിവർത്തിയിടും. ഗ്രാമവഴികളിലൂടെ ഞാൻ ഹൈവേ സൈഡിലെ വീടുകളിലേക്കെത്തി. ഇവിടെയും കാഴ്ചകൾക്ക് മാറ്റമൊന്നുമില്ല. വൃത്തിയില്ലായ്മ, മാലിന്യങ്ങളുടെ കൂമ്പാരം എന്നിവയെല്ലാം കാണാം. കിട്ടുന്ന ചുള്ളിക്കമ്പും തകരഷീറ്റുമെല്ലാം കൊണ്ടുപണിത കുടിലുകൾ. എന്നാൽ ഭേദപ്പെട്ട വീടുകളും ഇവിടെയുണ്ട്. വീടിന് മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. കാന്താബെൻ എന്നാണ് പേര്. ഗ്രാമത്തിൽ സാമാന്യം ഭേദപ്പെട്ടൊരു വീടാണ് ഇവരുടേത്. വീട്ടുചുമരിൽ താമരചിഹ്നം. ഇവർക്ക് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവരുടെ വീട്. മുന്നിൽ ആസ്ബറ്റോസ് ഷീറ്റിട്ടിരിക്കുന്നു. അതിന്റെ പിൻഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ്. തിണ്ണയിൽ ടൈലിട്ടിരിക്കുന്നു. മുറ്റത്ത് അടുപ്പിൽ എന്തോ വേവിക്കാൻ വെച്ചിരിക്കുന്നു. വീടിന്റെ മുൻഭാഗത്ത് വെച്ചാണ് പാത്രം കഴുകലും തുണി അലക്കലുമെല്ലാം. ആ വീട് കഴിയുന്നതോടെ പിന്നെയും ചേലില്ലാത്ത ദരിദ്ര വീടുകളുടെ കാഴ്ചയായി. ഗുജറാത്തിലെ മിക്ക ഗ്രാമങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വഡോദര ജില്ലയിൽ മാത്രം ഇത്തരത്തിലുള്ള 102 ഗ്രാമങ്ങളുണ്ടെന്നാണ് കണക്ക്. 2011 സെൻസസ് പ്രകാരം ഗുജറാത്തിൽ ആകെയുള്ള ഗ്രാമങ്ങളുടെ എണ്ണം 18,225 ഒരു കാലത്ത് ഇത്തരം ഗ്രാമങ്ങളെല്ലാം കൃഷിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മിക്ക ഗ്രാമങ്ങളിലെയും പുരുഷന്മാർ ഗുജറാത്തിലെ വലിയ നഗരങ്ങളിലേക്ക് തൊഴിൽ തേടി പോവുകയാണ്. ചെറുകിട കൃഷി ലാഭകരമല്ലാതെയായി മാറിയതോടെയാണ് അത്. എന്നാൽ പട്ടണങ്ങളിൽ നിർമ്മാണ മേഖലയിലും വ്യവസായശാലകളിലും അവർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത്. ഇതൊക്കെ കൊണ്ട് ഏറ്റവും സുഖകരമായ ജനജീവിതമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് കരുതരുത്. ഇവിടുത്തെ ചെറുകിട കർഷകർ പലപ്പോഴും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാർഷിക രംഗത്തെ തകർച്ച, ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തത് തുടങ്ങി പല കാരണങ്ങൾ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുമുണ്ട്. ഗ്രാമത്തിലെ കുട്ടികളെല്ലാം വീടുകൾക്ക് മുന്നിലുണ്ട്. ഇവർ എന്താണ് ഇന്ന് സ്കൂളിൽ പോകാത്തതെന്ന് ഞാൻ ചോദിച്ചു. വിന്റർ വെക്കേഷനാണ് ഇപ്പോൾ എന്നാണ് മറുപടി.
ठंडी ഉത്തരേന്ത്യയിൽ സാധാരണമായ ഒരു സ്കൂൾ അവധിയാണ് വിന്റർ വെക്കേഷൻ. ओ अच्छा കൊടും തണുപ്പ് മൂലം കുട്ടികൾക്ക് സ്കൂളിലെത്താനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണത്. അതിനാൽ കുട്ടികളൊക്കെ ഇന്ന് വീടുകളിലും പരിസരങ്ങളിലും കളിച്ചു നടക്കുകയാണ്. ഏതാനും കുട്ടികൾ എന്നെ ഒരു വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതിനുള്ളിൽ ഒരു കുട്ടി നിൽപ്പുണ്ട്. അവനെയാണ് കാണിച്ചു തരുന്നത്. അവൻ ഇവിടുത്തെ ഒരു കുസൃതിയാണെന്ന് തോന്നുന്നു. എല്ലാ വീടിനും മുന്നിൽ രാവിലത്തെ കാഴ്ചയാണ് ഈ പാത്രം കഴുകൽ, പിന്നെ തുണി അലക്കലും. ഇതൊക്കെയാണ് ഗ്രാമങ്ങളിലെ വീടുകളുടെ സാഹചര്യം. ठीक है थैंक यू ചാണകം പലയിടത്തും കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ അധികം പശുക്കളെ ഈ ഗ്രാമത്തിൽ കാണുന്നില്ല. ഗ്രാമത്തിന് പല ഉൾവഴികളുണ്ട്. അതിലെയൊക്കെ നടക്കാം. ഇവിടെയും വഴിക്ക് അഭിമുഖമായി വീടുകൾ, അഗ്രഹാരങ്ങൾ പോലെയുണ്ട്. വഴിയിൽ ടൈൽ വിരിച്ചിരിക്കുന്നു. അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് സ്ത്രീകൾ എവിടെ നിന്നെല്ലാമോ ഇറങ്ങി വന്നു. അവർ സാമാന്യം ഭേദപ്പെട്ട നിലവാരത്തിൽ വസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അവർക്കെല്ലാം എന്റെ വരവ് ആഘോഷമായി. കുട്ടികളും സ്ത്രീകളുമൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുന്നു. नाम क्या है? ഇങ്ങനെ ക്യാമറ കൗതുകമായവരുടെ ഗ്രാമങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടെന്നത് ഒരു അത്ഭുതം തന്നെയാണ്. आप देखने के लिए है यार मेरा नाम तो केरला से आया है ഇങ്ങനെ വീഡിയോ എടുത്താൽ തങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് ഒരു സ്ത്രീ ചോദിക്കുന്നത്. क्या मिलेगा? എന്തു വേണമെങ്കിലും തരാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ. പിന്നെയും ആ വഴികളിലൂടെയൊക്കെ കുറച്ചു നേരം ചുറ്റി നടന്നു. മണ്ണുകൊണ്ട് പടുത്ത് തകരം മേഞ്ഞ നീളൻ കെട്ടിടങ്ങൾ. അതിൽ പല കുടുംബങ്ങൾ വസിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാണ്. ശുദ്ധജലത്തിന് പോലും ക്ഷാമം നേരിടുന്ന ഗ്രാമങ്ങൾ. ഇത്തരം ഗ്രാമങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കക്കൂസ് നൽകുമ്പോൾ പോലും വലിയ ആഹ്ലാദത്തോടെയാണ് ഇവർ സ്വീകരിക്കുക. കാരണം ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ പല വീട്ടുകാർക്കും സ്വന്തമായി കക്കൂസ് ഉണ്ടാവില്ല. സ്ത്രീകളൊക്കെ നേരം ഇരുട്ടിക്കഴിയുമ്പോഴാണ് ഗ്രാമത്തിന് പുറത്തെ വെളിമ്പറമ്പുകളിലും പൊന്തക്കാടുകളിലും പോയിരുന്ന് കാര്യം സാധിക്കുന്നത്. അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഒരു കക്കൂസ് ലഭിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതിന്റെ സന്തോഷം വോട്ടായി മാറുന്നതിൽ അത്ഭുതമില്ല. വഴിയിലൂടെ എന്തൊക്കെയോ പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു ഉന്തുവണ്ടിക്കാരൻ കടന്നുപോകുന്നു. ഇയാൾ ഇങ്ങനെ ഓരോ ഗ്രാമത്തിലും ചെല്ലുമായിരിക്കും. ഗ്രാമീണർ ചില്ലറ നൽകി ആവശ്യമുള്ളത് വാങ്ങുകയും ചെയ്യും. ഒരു മരച്ചുവട്ടിൽ ഒരു സ്ത്രീ രാവിലെ തന്നെ എന്തോ പാചകം ചെയ്യുന്നു. എല്ലാവരുടെയും പാചകം പുറത്തുവച്ചാണ്. ഇടുങ്ങിയ വീടാവുമ്പോൾ അതിനകത്ത് പുക നിറയുമെന്നതുകൊണ്ട് കൂടിയാവാം അത്. ചെറിയ ട്രാക്ടറുമായി വരുന്നു ഒരാൾ. ചെറിയ കൃഷിക്ക് നിലമുഴാനും മറ്റും ഉപയോഗിക്കുന്ന ട്രാക്ടറാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം ചെറു ട്രാക്ടറുകൾ അപൂർവമാണ്. പലരും രാവിലെ കൃഷിയിടത്തിൽ പണിക്കിറങ്ങുന്ന സമയമാണ്. ഒരു കുപ്പി വെള്ളവുമായി അവർ കൃഷിയിടത്തിലേക്ക് പോകുന്നു. പന്തലിട്ട് എന്തോ പച്ചക്കറിയുടെ കൃഷി ഈ പാടത്ത് നടക്കുന്നുണ്ട്. അനാസ്തു ഗ്രാമത്തിലെ നേരത്തെ കണ്ട ജനവാസ മേഖലയ്ക്ക് ചുറ്റും കൃഷിയിടങ്ങളാണ്. ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തതയോടെ അത് ഞാൻ കണ്ടിരുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെയാണ് ഗ്രാമത്തിലെ ജനവാസ പ്രദേശം. കൃഷിയും ട്രാക്ടർ പോലുള്ള കാർഷിക യന്ത്രങ്ങളുമാണ് എവിടെയും കാഴ്ച. ഡ്രൈവർ ജിത്തു വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. ഇന്ത്യയിൽ ഗ്രാമീണ ജീവിതം തന്നെയാണ് ഏറ്റവും വ്യത്യസ്തമായ കാഴ്ച. ആഫ്രിക്കയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഗ്രാമങ്ങളുടെ അതേ രൂപം തന്നെയാണ് ഇന്ത്യയിലെ പല ഗ്രാമങ്ങൾക്കും. അതേ നിലവാരം തന്നെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾക്കെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടുത്തെ ഗ്രാമങ്ങളും നേരിടുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം, കുറ്റകൃത്യങ്ങൾ എന്നിവയെല്ലാം. താഴ്ന്ന വരുമാനമാണ് ഗ്രാമീണരുടെ പ്രശ്നം. करजन വാഹനം ഇപ്പോൾ കർജനിലേക്ക് എത്തിയിരിക്കുന്നു. करजन टाउन കർജനിലെ റെയിൽവേ സ്റ്റേഷനാണ് വലതുവശത്ത് കാണുന്നത്. കർജനിൽ വെച്ച് ഞങ്ങൾ പ്രധാന ഹൈവേയിലേക്ക് കയറും. 6 വരിയുള്ള ഹൈവേയിലേക്ക്. സാമാന്യം ഭേദപ്പെട്ട ഒരു പട്ടണമാണ് കർജൻ. 2 ഹൈവേകൾ ചേരുന്നിടത്തെ പട്ടണം. ഇപ്പോൾ ഞങ്ങൾ 6 വരിയുള്ള ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. ഗോൾഡൻ ക്വാഡ്രാങ്കിൾ എന്ന ഹൈവേയുടെ ഭാഗമാണിത്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മാണം തുടങ്ങിയ ഡൽഹിയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന പാത. ഇത് കൂടാതെയാണ് മുംബൈക്കും ഡൽഹിക്കുമിടയിൽ എക്സ്പ്രസ് വേ വരുന്നത്. നേരെ മുന്നിൽ വലിയൊരു കെട്ടിട സമുച്ചയത്തിന്റെ മകുടങ്ങളും ഗോപുരങ്ങളും കാണാം. അതൊരു സ്കൂൾ കോംപ്ലക്സ് ആണ്. ഇവിടെ അത്തരത്തിലുള്ള പല മോഡേൺ സ്കൂളുകളുമുണ്ട്. ശ്രീ സ്വാമിനാരായൺ ഗുരുകുൽ എന്ന സ്കൂളാണിത്.
സ്വാമിനാരായൺ ക്ഷേത്രങ്ങളുടെ രൂപഭാവങ്ങളുള്ള ഒരു നിർമ്മിതി. ഹൈവേയിൽ നിന്നും ട്രക്കുകളുടെ നിര ഒഴിയുന്നില്ല. വലിയൊരു ചാക്കുകെട്ട് നീങ്ങുന്നത് പോലെ ഒരു കാഴ്ചയുണ്ട് മുന്നിൽ. കോട്ടൺ നിറച്ച ട്രക്കാണത്. രസമുള്ളൊരു കാഴ്ച. വണ്ടിയുടെ 1-2 മടങ്ങ് വലിപ്പമുണ്ട് കോട്ടൺ ലോഡിന്. സൂറത്തിലേക്ക് ഇനിയും 110 കിലോമീറ്റർ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈവേയിൽ കയറുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മുന്നിൽ കാണുന്നത്. നിരന്നു നീങ്ങുന്ന ട്രക്കുകൾ. ചരക്കു നീക്കത്തിന്റെ പ്രധാന ഹൈവേ ആണിത്. ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള ഈ കോറിഡോറാണ് ഇന്ത്യയിൽ വ്യവസായങ്ങൾ ഏറ്റവും അധികമുള്ള പ്രദേശം. ട്രക്കുകൾക്ക് പിന്നാലെ ഹൈവേയിലൂടെ ഞങ്ങൾ സൂറത്തിലേക്കുള്ള സഞ്ചാരം തുടർന്നു.